യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഫൈനലി നമ്മളും ഫോറോ മോളിൽ പോവുകയാണ്. പക്ഷേ ബിഫോർ ദാറ്റ് എനിക്കെൻ്റെ മുടി വെട്ടണം. ഞാൻ കുറേ ദിവസമായി ഐ എം ട്രൈയിങ്. പക്ഷേ എന്തെങ്കിലുമൊക്കെ വരും മുടി വെട്ടാൻ പോണ ദിവസം. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഫൈനലി മുടി വെട്ടാം, അത് കഴിഞ്ഞിട്ട് ഫോറോ മോളിലും പോവാന്ന്. ലാസ്റ്റ് വീക്ക് നമ്മൾ പോവാഞ്ഞത് ഭയങ്കര റഷായിരുന്നു. നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയി, പക്ഷെ ഒടുക്കത്തെ തിരക്കായിരുന്നു. ഇന്നും മിക്കവാറും തിരക്കായിരിക്കും, ബിക്കോസ് ഇറ്റ്സ് എ സൺഡേ. പക്ഷെ എന്തായാലും ഇന്ന് നമ്മൾ പോവും. സോ നല്ല സർവീസ് ആയിരുന്നു ആക്ച്വലി, ആൻഡ് ഇറ്റ് ഓൺലി കോസ്റ്റ് മീ 600 rupees. സത്യം പറയാലോ ഐ എം സോ ഹാപ്പി. കാരണം ഇതാണ് ഗ്ലാംസിലാണ് ഞാൻ വന്നത്. എനിക്കിവിടെ ഒരു 6 years ആയിട്ട് ഐ നോ ദിസ് പ്ലേസ്. ലാസ്റ്റ് ടൈം ഞാനൊന്ന് വേറെ പരീക്ഷിച്ചു, ഒരു ഫേമസ് സ്ഥലത്ത് പോയി. പക്ഷെ ഐ വാസ് നോട്ട് ഹാപ്പി അറ്റ് ഓൾ. കാരണം അവരെൻ്റെ ഇഷ്ടത്തിനല്ല ചെയ്തു തന്നത്. ദേ ജസ്റ്റ് ഡിഡ് വാട്ട് എവർ ദേ ലൈക്ഡ്. അതുമാത്രമല്ല എനിക്ക് നല്ല എക്സ്പെൻസീവ് ആയിരുന്നു, അറൗണ്ട് 1000 എന്തോ ആയി. അപ്പൊ ഞാൻ വിചാരിച്ചു റിസ്ക് എടുക്കണ്ട, ഇവിടെ അറിയാവുന്നതല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാല് 600 ആയുള്ളൂ. അത് മാത്രല്ല അവര് ഹെയർ വാഷ് ചെയ്തു, കട്ട് ചെയ്തു, പിന്നെ ബ്ലോ ഡ്രൈ ചെയ്ത് സെറ്റും ചെയ്തു തന്നു. ഞാൻ എന്താ പറഞ്ഞത് അതുപോലെ തന്നെ ചെയ്തു. എനിക്ക് ലെങ്ത് കുറക്കണ്ടായിരുന്നു, അതുപോലെ തന്നെ ഫ്രണ്ടിൽ കുറച്ച് ഫേസ് ഫ്രെയിമിങ് വേണമായിരുന്നു, അതുപോലെ തന്നെ ചെയ്തു തന്നു. സോ ഐ എം സോ ഹാപ്പി ആൻഡ് ഐ സജസ്റ്റ്. അവർ ഈ വാഷ്റൂം മെയിൻറ്റെയിൻ ചെയ്താൽ നല്ലതായിരിക്കും. തന്നെ ഇവിടെ സ്വരോസ്കി ഉണ്ട്, സോ അതും ലുലുലുണ്ട്. സോ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല, അകത്തുനിന്ന് ഐ തിങ്ക് ഇറ്റ്സ് വെരി സ്പേഷ്യസ്. ഓ ദർ ഇസ് ഷോപ്പേഴ്സ് സ്റ്റോപ്പ്. ഒന്നിനും ഇവിടെ വെസ്റ്റ് സൈഡ് ഇല്ല, പക്ഷെ അതിന് പകരം ദേഴ്സ് ലൈഫ് സ്റ്റൈൽ ആൻഡ് ദേഴ്സ് ഷോപ്പേഴ്സ് സ്റ്റോപ്പ്. യു ക്യാൻ സീ. അപ്പം നമ്മളിപ്പോൾ ഷോപ്പേഴ്സ് സ്റ്റോപ്പിൻ്റെ ഉള്ളിൽ വന്നതാണ്. ദർ ഇസ് ലിറ്ററലി എവറിത്തിങ് യു നീഡ് ഇൻ ഹിയർ. വാച്ചസ് ഉണ്ട്, അതും കുറേ ബ്രാൻഡ്സിൻ്റെ ഉണ്ട്. കാസിയോ, ഗെസ്, ടൈമെക്സ്, ലൈക്ക് നമുക്ക് ചീപ്പ് തൊട്ട് എക്സ്പെൻസീവ് വരെ ഇവിടെ ഉണ്ട്. പിന്നെ സൺഗ്ലാസസ്, അതും കുറേ ബ്രാൻഡ്സ് ഉണ്ട്, റേബൻ, ഗെസ് ആൻഡ് ഓൾ. പിന്നെ ബാഗ്സ് ഉണ്ട്. എൻ്റെ ബാഗിനോട് 30% ഓഫ് ഉണ്ട്. കുറേ ബാഗ്സിന് ഓഫർ ഉണ്ട് ഇവിടെ, 60, 50. ഗൈസ് നല്ല അടിപൊളി ബാഗ്സ് ആണുള്ളത് ഗെസ്സിൻ്റെ.
ഇനി നമുക്ക് ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് മേടിക്കേണ്ട. വി ക്യാൻ ലിറ്ററലി കം ഹിയർ. നല്ല ക്രൗഡഡ് ആണ്. ഓ, ഹൈപ്പർ മാർക്കറ്റ് ഇവിടെ നിന്ന് തന്നെ നോക്കിയാൽ അറിയാം. ഇറ്റ്സ് ലിറ്ററലി ഫുൾ. ബർക്കിൻ സ്റ്റോക്ക് ഒക്കെ ഇവിടെയും ഉണ്ട്. പിന്നെ സ്റ്റാർബക്സ് ഇസ് കമ്മിങ്. ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് ഇസ് ഹിയർ. ഐ തിങ്ക് കേരളത്തിലെ ഫസ്റ്റ് വൺ ആണിത്. ഞാൻ ഇത്രയും നാള് ആരെങ്കിലും പുറത്തുനിന്ന് വരുമ്പോൾ ഇല്ലെങ്കിൽ ഓൺലൈനാണ് മേടിച്ചത്. ആൻഡ് ഫൈനലി ഇറ്റ്സ് ഹിയർ. 699 നമുക്ക് മിനി സൈസ് കിട്ടും. വലിയതിന് ഐ തിങ്ക് 1500 ആണെന്ന് തോന്നുന്നു. അപ്പോൾ വലിയ ബോട്ടിൽ നമുക്കിപ്പോൾ 699 ഉള്ളൂ. ഐ തിങ്ക് ഇന്നും കൂടി ഉള്ളൂ. പക്ഷേ ചെറിയ ബോട്ടിൽ ആക്ച്വലി 999 ആണ്. ഇത് നല്ല ഓഫറാണ്. ബോഡി ഷോ ആൻഡ് നൈക്ക സ്റ്റോർ. പിന്നെ ഫോറസ്റ്റ് എസെൻഷ്യൽ ഉണ്ട്. ഇതാണ് ആക്ച്വലി എൻട്രൻസ് എന്ന് തോന്നുന്നു. ലൈക്ക് മെയിൻ എൻട്രി. നമ്മളിവിടെ നിന്നല്ല കയറിയ, ബട്ട് സ്റ്റിൽ. പിന്നെ കുറേ ഷോപ്സ് ഒന്നും ഓപ്പൺ ആയിട്ടില്ല. ദർ ഇസ് ലിവൈസ്, ആൽഡോ, ജാക്ക് ആൻഡ് ജോൺസ് ആൻഡ് ന്യൂസൺ ഇസ് കമ്മിങ്. അഡിഡാസ് ഉണ്ട്. ഒറിജിനൽസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. സെക്കൻഡ് ഫ്ലോറിലാണുള്ളത്. എനിക്കൊന്ന് ഗ്രൗണ്ടിലാണ് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റ് ഉള്ളതെന്ന്. അവിടെ അവസാനം പോകുമെന്ന് വിചാരിച്ചു, കാരണം ഒടുക്കത്തെ തിരക്കായിരുന്നു. ഹായ് മമ്മി. ഉമ സ്റ്റോർ ഉണ്ട്, പക്ഷെ ഐ തിങ്ക് ലുലുവിനേക്കാളും ചെറിയ സ്റ്റോറാന്ന് തോന്നുന്നു. ദർ ഇസ് ഓൾസോ ഫ്ലാറ്റ് 20% ഓഫ്. പിന്നെ റീബോക്ക് ഉണ്ട്. ഇപ്പം ലുലുവിലും റീബോക്ക് റീഓപ്പൺ ആയിട്ടുണ്ട്. ഇതെന്താ ബ്രാൻഡെന്ന് എനിക്കറിയില്ല. ഐ തിങ്ക് ട്രാവൽ ബാഗ്സ് ഒക്കെ. പിന്നെ അപ്പുറത്ത് അമേരിക്കൻ ടൂറിസ്റ്റ് ആൻഡ് ഓൾ. ദെയർസ് ലൂയി ഫിലിപ്പ്, വാൻ ഹ്യൂസൺ, ആരോ, US പോളോ. പിന്നെന്താ ഹഷ് പപ്പീസ് ഉണ്ട്, നെറ്റ്വോ ഉണ്ട്. പിന്നെന്താ സോഡിയാക്. ഇവിടെ ലാൻഡ്സ് കാണുന്നില്ല. ജോക്കി ഉണ്ട്. ഒരു ഷോറൂം ഉണ്ട് ഇവിടെ. ലുലുവില് പണ്ട് ഉണ്ടായിരുന്നു തോന്നുന്നു. ഇപ്പൊ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. സ്റ്റോക്കും ലൈഫ് സ്റ്റൈലും സെക്കൻഡ് ഫ്ലോറിലും ഉണ്ട്. അതിൻ്റെ കണ്ടിന്യൂഷൻ. പിന്നെ there is Lenskart and our favorite അടിപൊളി കളക്ഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഫുഡ് കോർട്ടിൻ്റെ ഫ്ലോറിലാണുള്ളത്. ഐ തിങ്ക് ഈ സൈഡ് ഫുൾ വുമൻ ക്ലോത്തിങ് ഓൾമോസ്റ്റ് എല്ലാത്തത് തന്നെയാണ്. കുറച്ച് ഷോപ്സ് ഉള്ളു മേളിൽ. ഐ തിങ്ക് കുറേയൊക്കെ ഷോപ്സ് വരാനുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ബെറ്റർ ആയിരിക്കും. ഫുഡ് കോർട്ട് ഈസ് വെരി ക്രൗഡഡ്. കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ വരണേ ഉള്ളൂ. പഞ്ചാബ് ഗ്രില്ലൊക്കെ വരുന്നുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു അധികം ഓപ്പൺ ആയിട്ടില്ല. പക്ഷെ എന്താണെങ്കിലും ഇറ്റ്സ് വെരി ക്രൗഡഡ്.
റെസ്റ്റോറൻറ്റ്സ് ഒക്കെ വരാൻ പോണത്. മാരിയറ്റിൻ്റെ റെസ്റ്റോറൻ്റ് ഒക്കെ വരുന്നുണ്ട്. ഐ തിങ്ക് അറ്റ്ലീസ്റ്റ് അത് നല്ലതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ടു ബി ഓണസ്റ്റ് ഐ പ്രിഫർ ലുലു. കാരണം എനിക്ക് ഭയങ്കര സഫോക്കേഷൻ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അത്രയും തിരക്കുണ്ട്. ഫുഡ് കോർട്ടിലൊന്നും നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഫുഡ് മേടിക്കുന്ന കാര്യം എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമ്മൾ കാണിച്ചു തരാം. ഏസർ, HP, ഡെൽ, മൈജി ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇതൊന്നും ലുലു കണക്ട് ഉണ്ട്. അന്വേഷിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ലുലു ആണോ ഫോറം മാളോ ആണ് ഇഷ്ടമായത്? മമ്മിക്കോ? ലുലു. യെസ്, വി ആർ ലുലു ഫാൻസ്. നമ്മളപ്പോൾ ലുലുവിനെ ഫോറമായിട്ട് റിപ്ലേസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. സോ ദാറ്റ്സ് മൈ ഒപ്പീനിയൻ ആൻഡ് മൈ ഫാമിലീസ് ഒപ്പീനിയൻ. സോ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ മോൾ ഇസ് ഗുഡ്, ഓഫ് കോഴ്സ് അടിപൊളി മോളാണ്. പക്ഷേ ഒന്നാമത്തെ കാര്യം ഭയങ്കര ക്രൗഡഡ് ആണ്. അത് പുതിയതായിട്ട് ഓപ്പൺ ചെയ്തുകൊണ്ടായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആവുമായിരിക്കും. എനിക്ക് ഭയങ്കര സഫോക്കേറ്റിംഗ് ഫീലിംഗ് ആയിരുന്നു. പിന്നെ പാർക്കിംഗ് ഇല്ലാഞ്ഞത് എനിക്ക് ഭയങ്കര വലിയ ഡ്രോബാക്കാണ്, പാർക്കിംഗ് പ്രോപ്പർ ഇല്ലാത്തത്. പിന്നെ എന്താ പറയണതെന്ന് വെച്ചാൽ ആക്സസബിൾ അല്ല. ഇപ്പോൾ ഞങ്ങൾ ലൈക്ക് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വരുന്നവരാണ്, ഞങ്ങൾക്ക് വണ്ടി ഉള്ളതുകൊണ്ട് ഓക്കെ. അല്ലാത്തവരെങ്ങനെ വരും? ബസ്സില്ല. ലൈക്ക് വണ്ടി ഉള്ളവർ ഓക്കെ, അല്ലാത്തവർക്ക് വരാൻ ഐ ഡോണ്ട് നോ ഹൗ. പിന്നെ എന്താ മറ്റേ ലുലുവിൻ്റെ ഏറ്റവും ബെനിഫിറ്റ് എന്ന് പറയുന്നത് മെട്രോയിൽ വന്നാൽ നമുക്ക് ലിറ്ററലി അകത്തോട്ട് എൻറ്റർ ചെയ്യാം. സോ അപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്യണതാണ്. ഇവിടെ തന്നെ എൻട്രി ഉണ്ട്, പക്ഷെ എനിക്കറിയില്ല എങ്ങനെയായിരുന്നു. കാരണം ഞങ്ങൾ കയറി വന്നപ്പോൾ അവിടെ നിന്ന് സെക്യൂരിറ്റി സൈഡിൽ കൂടെ പോകാനാണ് പറഞ്ഞത്. സോ ഇവിടെ എങ്ങനെ ഐ തിങ്ക് എൻട്രിയും എക്സിറ്റും ഇവിടെ ഉണ്ട് കേട്ടോ, ഫ്രണ്ടിൽ തന്നെ. നമ്മളെന്തുകൊണ്ട് വിട്ടില്ല എന്നറിയില്ല. ഇതിലേയും പോവാം. ഐ തിങ്ക് അവിടെയുണ്ട്. ഇവിടെ ഒരു
മോൾ പോകുന്നത് നല്ലതാണ്. കാരണം ഇപ്പം നമുക്ക് ലുലുവിലോട്ട് പോകാൻ ലൈക്ക് ബ്ലോക്കൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് എ ബെറ്റർ ഓപ്ഷൻ. പക്ഷേ ലുലു ഓർ ഫോറം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ലുലു. നമ്മളിപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് ബിരിയാണീസ് ഓഫ് കൊച്ചി കഴിക്കാൻ വന്നിരിക്കുന്നതാണ്. വി ആർ അറ്റ് സിലോൺ ബേക്ക് ഹൗസ്. ഇത് ചിക്കനാണ്, പക്ഷേ ഹാഫാണ്. ദിസ് ഈസ് ഫുൾ ബീഫ് ബിരിയാണി. ഐ പ്രിഫർ ചിക്കൻ, ഇറ്റ്സ് സോ ഗുഡ്. സോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, വീട്ടിൽ പോണിയാ. സോ ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുന്നതാണ്. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ.